Good morning students. ഇന്ന് നമുക്ക് ഷിയർ മോഡുലസ് അഥവാ റിജിഡിറ്റി മോഡുലസ് എന്താണെന്ന് നോക്കാം. റിജിഡിറ്റി മോഡുലസിനെ ക്യാപിറ്റൽ ജി എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റിജിഡിറ്റി മോഡുലസും സ്ട്രെസ് ബൈ സ്ട്രെയിൻ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ എന്നുള്ളതാണ്. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഷിയറിംഗ് സ്ട്രെസ് ഒരു സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഷിയറിംഗ് സ്ട്രെസ് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇതുപോലെ ഒരു സിലിണ്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ടോപ്പിൽ മാത്രം എ ഏരിയ വഴി എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഉണ്ടാകുന്ന ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് എങ്കിൽ ഇത് അതിൻ്റെ ഒറിജിനൽ ലെങ്ത് എങ്കിൽ ഡെൽറ്റ എക്സ് ബൈ എൽ ആണ് തീറ്റ. ആ തീറ്റയാണ് നമ്മൾ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് സിലിണ്ടർ ഷേപ്പ് തന്നെ ആണെന്നില്ല, ക്യൂബ് ഷേപ്പോ ക്യൂബോയിഡ് ഷേപ്പോ ഒക്കെ ഇതിൽ വർക്കാകും. അപ്പം അങ്ങനെ ജിയുടെ ഇക്വേഷൻ വരെയാണ് എഫ് ബൈ എ അഥവാ സ്ട്രെസ്സ്, സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ എൽ അഥവാ എഫ് ബൈ എ ബൈ തീറ്റ. അത് മാറ്റി എഴുതി കഴിഞ്ഞാൽ ജി ഈക്വൽ ടു എഫ് ബൈ എ തീറ്റ. ഇവിടെ റെഡിങ്ങിൽ കാണുന്ന ഇക്വേഷൻസൊക്കെ നമ്മൾ നന്നായിട്ട് കാണപ്പെടാൻ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി എസ് ഐ യൂണിറ്റ് ഓഫ് ഷിയർ മോഡുലസ് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെ വരുള്ളൂ, സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അഥവാ പാസ്കലാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ്. ഷിയർ മോഡുലസ് ഈസ് ജനറലി ലെസ് ദാൻ യങ്സ് മോഡുലസ്. അതായത് നമ്മളൊരു റോഡിനെ ഈ രീതിയിൽ വലിക്കുമ്പോൾ ഈ രീതിയിൽ വലിച്ചുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നു. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട യങ്സ് മോഡുലസ് നമ്മൾ പഠിച്ചു. പിന്നെ ഈ രീതിയിൽ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആംഗിൾ വ്യത്യാസം ഉണ്ടാക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട മോഡുലസ് ജി അഥവാ റിജിഡിറ്റി മോഡുലസ്. അപ്പോൾ അതാണ് പറയുന്നത് ഷിയർ മോഡുലസ് ഈസ് ജനറലി ലെസ് ദാൻ യങ്സ് മോഡുലസ്. ഒരേ മെറ്റീരിയൽ തന്നെ, സെയിം മെറ്റീരിയലിന് തന്നെ അതിൻ്റെ യങ്സ് മോഡുലസും കാണാം, ഷിയർ മോഡുലസും കാണാം. എങ്കിൽ ഷിയർ മോഡുലസ് ജിയുടെ വാല്യൂ വൈയുടെ വാല്യൂവിനേക്കാൾ, ക്യാപിറ്റൽ വൈയുടെ വാല്യൂവിനേക്കാൾ അല്പം കുറവായിരിക്കും. അപ്പോൾ എത്ര കുറവായിരിക്കും? അപ്രോക്സിമേറ്റ്ലി y/3 മാത്രമേ ജി ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്ത ഒരു ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് പോകാം. എ സ്ക്വയർ ലെഡ് സ്ലാബ് of side 50 cm and thickness 10 cm is subjected to a shearing force on its narrow face of 9 into 10 raised to 4 Newton. The lower edge is riveted to the floor. How much will the upper edge displace? ഇവിടെ കാണുന്ന ഒരു ബോക്സ് കാണുന്നുണ്ടല്ലോ, റിജിഡ് ആയിട്ടൊരു ബോക്സ് കാണുന്നുണ്ട്. ഷിഫ്റ്റഡ് അല്ല, അല്ലാത്ത ആ ബോക്സിൻ്റെ ഈ എൻഡ് 50 ആണ്, ഇതും 50 ആണ്. ഇതൊരു സ്ക്വയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ 50 50 50 50. എന്നാൽ ഈ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ് കാണാൻ പറ്റും. അതായത് ഈ ഭാഗമൊക്കെ 50 ആണ്, 50 50 50. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഒരെൻഡ് 50 മറ്റേ എൻഡ് 10. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 50 × 10. ഓരോന്നിനും സെൻറ്റിമീറ്ററിലാണത് മീറ്ററിലോട്ടാക്കണം കേട്ടോ. സോ ദാറ്റ് ഏരിയയിൽ കൂടിയാണ് ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഹൗ മച്ച് വിൽ ദ അപ്പർ എഡ്ജ് ഡിസ്പ്ലേസ്ഡ്. ഈ അപ്പർ എഡ്ജ് എത്ര ഡിസ്പ്ലേസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്താ വേണ്ടത്? ഡെൽറ്റ എക്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഡെൽറ്റ എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ തുടങ്ങുന്നത് സ്ട്രെസ്സ് എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ബൈ ഏരിയ സ്ട്രെസ്സ്. ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട് 9 × 10 raised to 4. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. സെൻറ്റിമീറ്റർ മീറ്റർ ആക്കിയാണ് 50നെ 0.5 എന്നാക്കി 10നെ 0.1 മീറ്റർ എന്നാക്കിയിട്ട് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കാൽക്കുലേഷൻ മുമ്പോട്ട് പോകുമ്പോൾ 1.8 × 10 raised to 4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് റിജിഡിറ്റി മോഡുലസ് ജിയുടെ ഇക്വേഷൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ ആണ്. അപ്പോൾ അതിൽ നിന്ന് എൽ ന്യൂമറേറ്റർ കൊണ്ടുപോകുമ്പോൾ സ്ട്രെസ് ഇൻറ്റു എൽ ഡിവൈഡ് ബൈ ജി എന്ന് കിട്ടും. ഡെൽറ്റ എക്സിൻ്റെ നമുക്ക് ഡെൽറ്റ എക്സ് കാണുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ എക്സിൻ്റെ ഇക്വേഷൻ മാറ്റി എഴുതിയിരിക്കുന്നത്. ഇനി അതിന് വാല്യൂസ് കൊടുത്താൽ മതി. സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നു. എൽ എന്ന് പറയുന്നത് 0.5 കൊടുക്കുന്നു. ഒറിജിനൽ ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് നേരത്തെ 9 × 10 raised to 4 എന്നുള്ള ആ ഫോഴ്സിൻ്റെ വാല്യൂ കൊടുക്കുന്നു.
ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് കിട്ടുകയാണ് 0.16 മില്ലിമീറ്റർ എന്ന് ആൻസർ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മോഡുലസിലോട്ട് പോകാം. ദറ്റ് ഈസ് ബൾക്ക് മോഡുലസ്. ദ റേഷ്യോ ഓഫ് ഹൈഡ്രോളിക് സ്ട്രെസ് ടു ദ ഹൈഡ്രോളിക് സ്ട്രെയിൻ. ഇവിടെയും സ്ട്രെസ് ബൈ സ്ട്രെയിൻ തന്നെയാണ്, ഹൈഡ്രോളിക് സ്ട്രെസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഇവിടെയും ഫോഴ്സ് ബൈ ഏരിയയാണ്. ഹൈഡ്രോളിക് സ്ട്രെസ് കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാവും ഈ ഫിഗർ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഒരു ബോളിനെ ലിക്വിഡിൽ മുക്കി കഴിയുമ്പോൾ ചുറ്റുപാടുന്നും വാട്ടർ മോളിക്യൂൾസ് അതിനെ ഫോഴ്സ് അപ്ലൈ ചെയ്യും, അഥവാ പ്രഷർ അപ്ലൈ ചെയ്യും. അതുവഴി ഇതായിരുന്നു അതിൻ്റെ ഇനീഷ്യൽ ഷേപ്പ് ബോളിൻ്റെ. അത് കംപ്രസ് ചെയ്ത് ഈ നീല കളറിലായിട്ട് ചെറുതായി. അപ്പോൾ ആദ്യത്തെ വോളിയം ആയിരുന്നു വി എന്നുള്ളത്. ഇപ്പോൾ എത്ര വോളിയം കുറഞ്ഞു? ഡെൽറ്റ വി ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. സോ ദാറ്റ്സ് എ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി. വി ഈസ് എ ഒറിജിനൽ വോളിയം. സോ ഡെൽറ്റ വി ബൈ വി ആണ് ഹൈഡ്രോളിക് സ്ട്രെയിൻ എന്ന് നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. സ്ട്രെസ്സിന് പകരം എഫ് ബൈ എ, സ്ട്രെയിന് പകരം ഡെൽറ്റ വി ബൈ വി എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എഫ് ബൈ എ എന്ന് വെച്ചാൽ പ്രഷറാണ്. പ്രഷർ നമുക്ക് പി എന്ന് കൊടുക്കാം. മൈനസ് പി എന്ന് കൊടുക്കാൻ കാരണം ഇവിടെ നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ, ചുറ്റുപാടുന്നുള്ള സ്ട്രെസ്സ് കൂടുമ്പോൾ അകത്തുള്ള വോളിയം കുറയുന്നു, അഥവാ ഡെൽറ്റ വിയുടെ വാല്യൂ മൈനസാണ്. സാധാരണ ഡെൽറ്റ എല്ല് പ്ലസ് ആയിരുന്നു. ലെങ്ത്ത് കൂടുമ്പോൾ അത് കൂടുന്നുണ്ട്, പ്ലസ് ആയിരുന്നു. പക്ഷേ വോളിയം കുറയുന്നുണ്ട്, ഡെൽറ്റ വിയുടെ വാല്യൂ മൈനസ് വരും. ആ മൈനസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ആ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് ബൾക്ക് മോഡുലസിന് മൈനസ് പി വി ബൈ ഡെൽറ്റ വി. ഈ ഇക്വേഷനൊക്കെ ഒന്ന് കളർ ചെയ്തിരിക്കുന്ന ഇക്വേഷനൊക്കെ കാണാപ്പെടാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ യൂണിറ്റ് കിട്ടുകയാണ്. സെയിം ആണ് എല്ലാ മോഡുലസുകളുടെയും, പാസ്കൽ അഥവാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണെന്ന് മൈനസ് ആകുന്നതെന്ന് എന്തുകൊണ്ടാണ് മൈനസ് സൈൻ വന്നതെന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡെൽറ്റ വി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയതുകൊണ്ടാണ്. വോളിയം കുറയുകയാണ് ചെയ്യുന്നത്, ചുറ്റുപാടുന്നുള്ള സ്ട്രെസ്സ് കൂടുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ വീണ്ടും പറയുന്നുണ്ട്. ഇനി നമുക്ക് വേറെ ടൈമിലേക്ക് പോകാം. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞ ടൈം നോക്കാം. ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഈസ് കാൾഡ് കംപ്രസിബിലിറ്റി. ഏതൊരു ബോഡിയുടെയും കംപ്രസിബിലിറ്റി കാണാനായിട്ട് നമുക്ക് ആ ബോഡിയുടെ ബൾക്ക് മോഡുലസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഇൻവേഴ്സ് ചെയ്താൽ മതി, 1/b ചെയ്താൽ മതി, നമുക്ക് കംപ്രസിബിലിറ്റി എന്ന ഒരു ഫാക്ടർ കിട്ടും. ഇവിടെ നമുക്ക് ഓരോരോ ലിക്വിഡ്, ഇപ്പോൾ ഗ്യാസിന് നന്നായിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും അല്ലേ? ഗ്യാസ്, എയർ ഇതൊക്കെ ഈസിലി കംപ്രസിബിളാണ്, അവർക്ക് നല്ലൊരു കംപ്രസിബിലിറ്റി വാല്യൂ ഉണ്ട്. എന്നാൽ സോളിഡ്സ് എങ്ങനെയാണ്? സോളിഡ്സ് ആർ ലീസ്റ്റ് കംപ്രസിബിൾ. നമുക്ക് ഒരു ഇരുമ്പ് കട്ടയെ കംപ്രസ് ചെയ്ത് അതിൻ്റെ സൈസ് വോളിയം കുറക്കാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ? എന്നാൽ ഗ്യാസിനെയൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും LPG ഗ്യാസ് അല്ലേ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലിക്വിഡ് ആക്കാം. അപ്പോൾ ഗ്യാസാണ് ഏറ്റവും കൂടുതൽ കംപ്രസിബിൾ. അതിനേക്കാൾ കംപ്രസിബിലിറ്റി കുറവാണ് ലിക്വിഡിന്. കംപ്രസിബിലിറ്റി വളരെ കുറവാണ് ഈ സോളിഡ്സിന്. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ദ ആവറേജ് ഡെപ്ത് ഓഫ് ഇന്ത്യൻ ഓഷൻ ഈസ് അബൌട്ട് 3000 മീറ്റർ. കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷണൽ കംപ്രഷൻ. ഫ്രാക്ഷണൽ കംപ്രഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഡെൽറ്റ വി ബൈ വി ആണ്. ഓഫ് വാട്ടർ അറ്റ് ദ ബോട്ടം ഓഫ് ഓഷൻ ഗിവൺ ദാറ്റ് ദ ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് ബി തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ബിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 2.2 × 10⁻⁹. G 9.8 വേണ്ട 10 എടുത്തോളം പറയുന്നുണ്ട് കാൽക്കുലേഷൻ എളുപ്പമാക്കാനായിട്ട്. ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഓഷനാണ്, ഓഷൻ വാട്ടറിൽ നമുക്ക് യങ്സ് മോഡുലസ് ഒന്നും വരില്ല, ജിയേ വരുള്ളൂ, കാരണം അതിൽ ഫ്ലൂയിഡ് അല്ലേ. അപ്പോൾ ജിയുടെ ഇക്വേഷൻ എഴുതാം -P ബൈ ഡെൽറ്റ വി ബൈ വി. ഡെൽറ്റ വി ബൈ വി ആണ് നമുക്ക് വേണ്ടതെന്ന് തിരിച്ചറിയണം. ചിലപ്പോൾ ഈ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ഫ്രാക്ഷണൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ബൈ വി ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് P ബൈ G എന്ന് മാറ്റി എഴുതാം. ഇനി P ഒരു സർട്ടൺ ഡെപ്തിൽ, H എന്നുള്ള ആ ഡെപ്തിൽ ഉള്ള ലിക്വിഡിൻ്റെ പ്രഷർ, വെള്ളത്തിൻ്റെ പ്രഷർ കാണാനുള്ള ഇക്വേഷനാണ് H ρg എന്നൊരു ഇക്വേഷൻ ഉണ്ട്. H എന്ന് പറയുന്നത് എത്ര ഡെപ്തിലാണ് നമ്മൾ പ്രഷർ കണ്ടുപിടിക്കാൻ, വെള്ളത്തിൽ എത്ര ഡെപ്തിലാണ് പ്രഷർ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് 3000 മീറ്ററിലാണെന്ന്. 3000 മീറ്റർ. റോ ഡെൻസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ഡെൻസിറ്റി പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ 1000 എന്ന് എടുത്തോളാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 kg/m³ ആണ് എൻ്റെ യൂണിറ്റ്. ഇവിടെ നമുക്ക് ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ പ്രഷർ കിട്ടും. ഓഷനിൽ 3000 മീറ്റർ താഴെയുള്ള പ്രഷർ കിട്ടി നമുക്ക് 3 × 10⁻⁷. ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ വി ബൈ വി കണ്ടുപിടിക്കാം. കാരണം
ഡെൽറ്റ വി ബൈ എന്ന് വെച്ചാൽ പി ബൈ ജി അല്ലേ. അപ്പോൾ പി ആൾറെഡി കിട്ടിക്കഴിഞ്ഞു, ഡിവൈഡഡ് ബൈ ജി. ജിയുടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ജി തന്നിട്ടുണ്ട്, ഇവിടെ ആൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞ് ജി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുകയാണ് 1.36 × 10⁻². നമുക്ക് കാണാൻ പറ്റും ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വോളിമെട്രിക് സ്ട്രെയിൻ ആണല്ലേ, അതുകൊണ്ട് അതിന് യൂണിറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് അവിടെ യൂണിറ്റ് എഴുതിയിട്ടില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോയിസൺസ് റേഷ്യോ എന്താണെന്ന് നോക്കാം.